നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് ഫ്രെയിമിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം എമിൽ ബ്രോ ഉണ്ട്. എമിൽ ബ്രോ നമ്മുടെ ഇരിട്ടിയുടെ അടുത്താണ് മൂപ്പരുടെ വീട്. അപ്പോൾ ഇരിട്ടി വന്നപ്പം എൻ്റെ വീട്ടിലേക്ക് വന്നോട്ടോ. ഞാൻ പിടിച്ചെൻ്റെ വീഡിയോയിലൊക്കെ ഇട്ടു. കാരണം ഞങ്ങളിവിടെ ഞങ്ങളുടെ ബൈക്കിൻ്റെ റിവ്യൂ ചെയ്യുന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ റവന്യൂ കൊണ്ട് വാങ്ങിയ ഏകദേശം 35 ലക്ഷം രൂപയുടെ ബൈക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇന്നത്തെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് നമ്മുടെ ഔട്ട് ഷോപ്പിൽ നൽകുന്ന ഒരു ടാബ് ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തവർ റീഫ്രഷ് ചെയ്തിട്ട് പുതിയ കോഡ് ഇവിടെ ആഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാത്തവർ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഏതായാലും വണ്ടിയുടെ റിവ്യൂയിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം, എമിൽ ബ്രോ എൻ്റെ വണ്ടി ഫസ്റ്റ് കണ്ടപ്പോൾ എന്ത് തോന്നി? ഇതിനൊരു കാറായിട്ട് അങ്ങ് പ്രഖ്യാപിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അല്ല, ഞാനൊരു വണ്ടി എടുത്തായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നിട്ട് പിന്നെ ഷാക്കിനെ കാണാണ്ട് പോകാതിരിക്കാൻ പറ്റുമോ അല്ലേ? അപ്പോൾ ഞാനൊന്ന് വന്ന് കണ്ടപ്പോഴാണ് ഈ സംഭവം കൂടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ വണ്ടി വന്ന് കാണാം. കാരണം ഇത് അത്ര വലിയൊരു സംഭവമാണ് കേട്ടോ. എനിക്ക് എൻ്റെ അറിവിൽ വേറെ വ്ളോഗേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ നിലവിൽ ഈ വണ്ടി. തീർച്ചയായും. അപ്പോൾ അത് കാണാനുള്ളൊരു വണ്ടിയൊക്കെ ഉണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് നീക്കിയെല്ലാം നോക്കി അല്ലേ, അത്രേ ഉള്ളൂ. പക്ഷേ ബാക്കി കാര്യം ടെക്നിക്കൽ സംഭവമല്ല നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ഷാക്കിൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ട് വരുന്നതാണ്. ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഞങ്ങൾ എപ്പോഴും വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പം ശരിക്കും പിന്നെ ഞങ്ങൾ വീഡിയോയിൽ പറയുന്ന ഒരുപാട് കാലം വിചാരിക്കുന്നു, ടൈം കിട്ടുന്നില്ല. ഞാനിവിടെ എൻ്റെ മൂപ്പര് എവിടെയെങ്കിലും ഉണ്ടാവും. ഇപ്പം കറക്റ്റ് എന്താ പറയുക ടൈം കിട്ടി. ഞാനിപ്പോൾ എൻ്റെ ക്വാറന്റൈനൊക്കെ കഴിഞ്ഞ് നാളെയാണ് പുറത്തിറങ്ങുന്നത്. എൻ്റെ ടെസ്റ്റ് ചെയ്തു, നെഗറ്റീവാണ്. ഇപ്പോൾ നാളെ ഇങ്ങനെ റോഡിലേക്ക് വണ്ടി ഓടിച്ച് ഇറക്കണം. അപ്പോൾ അതിന് മുമ്പാണ് മൂപ്പര് വന്നത്. അങ്ങനെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇപ്പം എന്നെ കണ്ട് ഞാൻ കുറേ പേർക്കൊന്നും മനസ്സിലാവില്ല. ഞാനൊരു വെബ് സീരീസ് ചെയ്യാനായിട്ട് താടിയൊക്കെ പിടിച്ച് ആപ്പടെ വൃത്തിയായിട്ടിരിക്കുകയാണ്. എമിൽ ബ്രോനെ അറിയാത്ത ആൾക്കാരുണ്ടോ യൂട്യൂബിൽ? ഇല്ലല്ലോ. നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ല. ഓക്കെ, നമുക്കായാലും റിവ്യൂ ചെയ്യാം. ഏതായാലും ടെക്നിക്കൽ സംഭവങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, വണ്ടി കാർ ഗൈ ആണ്. കാർ ഗൈ അല്ലല്ലോ, അങ്ങനെയൊന്നുമല്ല. ബൈക്കൊക്കെ ഇഷ്ടമാണ്. ഇപ്പൊ നിലവിൽ കാറുണ്ടെന്നേ ഉള്ളൂ. ഇനി കാശൊക്കെ ആകുമ്പോ എന്താ പറയണ്ടേ, ഒരു ടൈഗറൊക്കെ പോലത്തെ ഒരു വണ്ടി എടുക്കണമെന്നാണ് ആഗ്രഹം. ഓക്കെ, അപ്പൊ റിവ്യൂ നടക്കട്ടെ. നമുക്കിനി വിശദമായിട്ട് ഇനി ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ ഇടയ്ക്ക് ഞാൻ വരാം. തീർച്ചയായിട്ടും. എല്ലാവരും കണ്ടതിൽ വരും. നമ്മളെന്തായാലും തുടർന്ന് തീർച്ചയായിട്ടും. എന്താ പറയണ്ടേ, ഇവിടെ ഈ ചാനലിൽ വരാൻ പറ്റിയതിലും അതിന് വിളിച്ചതിലും തന്നെ ഒരുപാട് സന്തോഷം. ബൈ. ഓക്കെ, അപ്പോൾ റിവ്യൂസ് നടക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ ബ്രോ അവിടെ നിൽക്കി, നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി കാണാം. ഓക്കെ, പിന്നെ ഇത് ശരിക്കും കറക്റ്റ് പറഞ്ഞുതരാം. ഹോണ്ട കമ്പനിയുടെ ഗോൾഡ് വിങ് എന്ന് പറയുന്നൊരു വണ്ടിയാണ്. ഹോണ്ട ഗോൾഡ് വിങ് GL 1800 എന്ന് പറയും. ഹോണ്ട എന്ന് പറയുന്നറിയില്ല, ജാപ്പനീസിൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ ഹോണ്ട കമ്പനിയുടെ തന്നെ നിലവിൽ അവൈലബിൾ ആയതിൽ ഏറ്റവും എന്താ പറയുക റേറ്റ് കൂടിയ ഒരു വെഹിക്കിളാണ്. ലക്ഷറീസിൽ ഏറ്റവും ലോകത്തിൽ തന്നെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ്. ശരിക്കും നമ്മുടെ എമിൽ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഒരു കാറിന് തുല്യാട്ടോ. നമുക്ക് തുടങ്ങാം എല്ലാ റിവ്യൂ. കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വണ്ടിക്ക് ഏകദേശം 390ഓളം കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ആൾക്കാർക്കൊക്കെ അധികം ക്യൂരിയോസിറ്റി വരുന്നത് ഇതിൻ്റെ ഡാഷ്ബോർഡാണ്. നിങ്ങൾ നോക്കിയോ, കയറി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ബട്ടൺസ് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തായിട്ട്. അതുപോലെ ഈ താഴെയിലും ഒരുപാട് ബട്ടൺസ് ഉണ്ട്. ഇവിടെ കണ്ടോ, ഒരുപാട് ബട്ടൺസ് ഇവിടെയുണ്ട്. ഫ്രണ്ടിൽ ഇവിടെയും ഒരുപാട് ബട്ടൺസ് ഇവിടെയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇവിടെയും ഒരുപാട് ബട്ടൺസ് ഉണ്ട്. ഈ ബട്ടൺസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ വണ്ടിക്ക് ശരിക്കും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ റിവേഴ്സ് ഗിയർ ഉണ്ട്. ഈ വണ്ടിയുടെ റിവേഴ്സ് ഗിയർ ഉണ്ട്. ഇവിടെ കണ്ടോ, ഇതാണ് റിവേഴ്സ് ഗിയർ. അതൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ബട്ടണിലേക്ക് അടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വണ്ടികളുടെ പ്രത്യേകത എന്ന് പറയുമ്പം ഇതിൽ മ്യൂസിക് സിസ്റ്റം ഉണ്ട്. നമുക്ക് പാട്ട് കേൾക്കാം, യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. അതുപോലെ റിവേഴ്സ് ഗിയർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഹാൻഡ് ഇതൊക്കെ നമുക്ക് തണുപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ചൂടാക്കാൻ പറ്റും, സീറ്റ് ചൂടാക്കാൻ പറ്റും, വണ്ടി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വണ്ടിയുടെ രണ്ട് സൈഡും ഒരുപാട് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഓണായി കഴിഞ്ഞാൽ കണ്ടോ, ഹലോ മല്ലു ട്രാവലർ എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഓണായി കഴിഞ്ഞാൽ ഇവിടെ USB നമുക്ക് പാട്ട് വെക്കാം. ജസ്റ്റ് കേൾപ്പിച്ചു തരാം, കാരണം കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് എനിക്ക് ഓവർ വെക്കാൻ പറ്റില്ല. അത് ഓവർ വെക്കാൻ പറ്റില്ല, കാരണം സിയേൻ്റെ ഒരു ഫേമസ് സോങ്ങാണ്. അത് എത്രയും പെട്ടെന്ന് കോപ്പിറൈറ്റ് അടിക്കുന്ന ഒരു സോങ് ആയതുകൊണ്ട് വെക്കാൻ പറ്റും. നമുക്കിങ്ങനെ പാട്ടും കേട്ടൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റും കേട്ടോ. പിന്നെ രണ്ടാമത് ഇതിൽ നമുക്ക് റേഡിയോ, ഇവിടുത്തെ ഈ ബട്ടൺസൊക്കെ അവർ റേഡിയോനാണ് വെച്ചിരുന്നത്. റേഡിയോ ഒക്കെ നമുക്ക് ഇതിൽ ആക്റ്റീവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞ സീറ്റ് അഡ്ജസ്റ്റിങ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഈ വണ്ടിയുടെ റിവ്യൂ പറയുമ്പോൾ ചിലപ്പം കുറച്ച് സൂപ്പർ ഫാസ്റ്റായിട്ട് പറയും കേട്ടോ, കാരണം അത്രക്കും എക്സൈറ്റഡ് ആണ്. എക്സൈറ്റഡ് ആണ്. കാരണം എൻ്റെ ഒരുപാട് കാലത്തെ ഡ്രീമാണ് ഈ ഒരു വണ്ടി സ്വന്തമാക്കണം എന്നുള്ളത്. അത് ഞാൻ നേടി. പിന്നെ ഇതിൽ ഈ സൈഡ് ബോക്സുകൾ ഒക്കെ റിമോട്ടിലാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിൽ റിമോട്ട് ഉണ്ട്. ഈ റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്കായി കഴിഞ്ഞാൽ ടോപ്പിൽ നമുക്കൊരു ഡിക്കി ഉണ്ട്. ഇത് ഇതിൻ്റെ ഡിക്കിയാണ്. പിന്നെ ഈ വശത്തും ഒരു സൈഡ് ബോക്സ് ഉണ്ട്, അവിടെ ഒന്നുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഈ നിപ്പറും ഇപ്പുറം കണ്ടോ നിങ്ങൾ ഈ സൈഡുണ്ട്. നമുക്കിത് വളരെ കൂളായിട്ട് ഇതിൻ്റെ താഴ്വശമായിട്ട് നിന്ന് ലോക്കിങ് ആൻഡ് അൺലോക്കിങ് വരുന്നത്. നമുക്ക് റിമോട്ട് ഉപയോഗിച്ചിട്ട് അൺലോക്ക് ചെയ്തതിനു ശേഷം ഇവിടെ പ്രസ് കഴിഞ്ഞാൽ സാധനം തുറക്കാൻ പറ്റും കേട്ടോ. പൂട്ടാനും മറ്റേ ക്യാപ്റ്റൻ രാജ് പറഞ്ഞ പോലെ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ പൂട്ടും, റിമോട്ട് പൂട്ടില്ല കേട്ടോ. പിന്നെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇതിൻ്റെ നമ്പർ പ്ലേറ്റ്സ് ഒക്കെ കേട്ടോ. ശരിക്കും ഇതിൻ്റെ മുമ്പത്തെ ഓണർ ഒരു ഭയങ്കര ഒരു USA പാഷനാണെന്ന് തോന്നുന്നു. അപ്പം അദ്ദേഹം ഇവിടെ ഒരു ന്യൂയോർക്കിൻ്റെ ഡിസൈൻ നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ താഴത്തെ നമ്പർ പ്ലേറ്റ് ഇല്ലേ, ഇത് ഈസിലി റീപ്ലേസ് ചെയ്തിട്ട് നമുക്കിവിടെ ഈ ന്യൂയോർക്ക് നമ്പർ പ്ലേറ്റ് കൊടുക്കാൻ പറ്റും. ഇത് കേരളത്തിൽ കൊടുക്കാൻ പറ്റില്ല, കാരണം MVD ഫൈൻ ഇടും. അപ്പം നിയമപ്രകാരം തെറ്റാണ്, അതുകൊണ്ട് കേരളത്തിൽ പറ്റില്ല. കേരളം വിട്ട് ബാംഗ്ലൂരൊക്കെ റൈഡ് പോകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ആ നമ്പർ പ്ലേറ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ USA ഫ്ലാഗ് ഉണ്ട്, പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്യില്ല. പകരം ഞാൻ ഇന്ത്യൻ്റെ ഫ്ലാഗ് ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ അതിൽ നമ്മുടെ ക്ലബിൻ്റെ എങ്ങാണ്ട് ഫ്ലാഗ് ഞാൻ ഇതുപോലെ അടിച്ചിട്ട് വണ്ടിയുടെ മുകളിൽ കൊടുക്കട്ടോ. നിയമപരമായിട്ട് അങ്ങനെ ഇന്ത്യൻ ഫ്ലാഗ് അടിക്കാൻ എന്തെങ്കിലും നിയമപരമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ലബിൻ്റെ ഫ്ലാഗ് ഞാൻ കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ടോ നല്ല വൃത്തിയാട്ടോ. സാധാരണ ഒരു കാറിൻ്റെ ഡിക്കിയൊക്കെ ഓപ്പൺ ആക്കി ഇങ്ങനെ ഉണ്ടാവും, അതുപോലെ ഉണ്ട്. അതിൽ നല്ലൊരു മെറ്റീരിയലൊക്കെ കൊടുത്തിട്ട്. പിന്നെ ഇവിടെ ഞാൻ USB കണക്ട് ചെയ്തിട്ടുണ്ടോ. ഇതിൽ USB വഴി നമുക്ക് പാട്ട് വെക്കാൻ പറ്റും, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വഴി കയറ്റാൻ പറ്റും. ഞാൻ ജസ്റ്റ് USB കൊടുത്തുന്നുള്ളൂ, ഞാനത് മാറ്റും കേട്ടോ. പിന്നീട് നമ്പർ പ്ലേറ്റ് നിങ്ങളുണ്ട് OD05P005. ഇത് ആക്ച്വലി ഒറീസയിലെ കട്ടക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ള രജിസ്ട്രേഷൻ വണ്ടിയാണ്. കേരള രജിസ്ട്രേഷൻ ഞാൻ നോക്കി കിട്ടിയിട്ടില്ല, അങ്ങനെയാണ് ഞാൻ ഒഡീസ രജിസ്ട്രേഷൻ എടുത്തത്. പിന്നെ അതിനൊരു റീസൺ ഉണ്ട്. എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ശരിക്കും ഹോണ്ട ഗോൾഡ് വിങ്ങിൻ്റെ 40ാമത്തെ സ്പെഷ്യൽ എഡിഷനാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഇത് 14th ആനിവേഴ്സറി ആണ്. അപ്പോൾ ഈ 14th ആനിവേഴ്സറി സ്പെഷ്യൽ എഡിഷനാണ്. 1975 ഹോണ്ട ഗോൾഡ് വിങ്ങിൻ്റെ ആദ്യത്തെ വെർഷൻ വന്നത്. അപ്പോൾ 40 വർഷം കഴിഞ്ഞ് 2015 ആയപ്പോഴാണ് അവർ ഈ ഒരു 14th ആനിവേഴ്സറി എഡിഷൻ അവർ പുറത്തിറക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് നമ്പേഴ്സ് മാത്രമേ അവർ ഇറക്കുന്നുള്ളൂ. പിന്നെ കളേഴ്സും ഈ റെഡ് ആൻഡ് ബ്ലാക്ക് ഇതിൽ ഭയങ്കര ഒരു വെറൈറ്റി കളർ കേട്ടോ. ഇപ്പോൾ ഈ സീറ്റിൻ്റെ ഇവിടെ 14th ആനിവേഴ്സറി ഉണ്ട്. പിന്നെ ഫ്രണ്ടിലും ഇവിടെ അവർ ആ ഒരു 14th ആനിവേഴ്സറിൻ്റെ ലോഗോ അവിടെ ഈ ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു സ്പെഷ്യൽ വെഹിക്കിൾ കേട്ടോ. കേരളത്തിലെ ഹോണ്ട ഗോൾഡ് വിങ്ങുകളുടെ ഷോറൂമിൽ പുതിയ വെർഷൻസ് തുടങ്ങിയിട്ട് പുതിയ വെർഷൻ എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി വെയിറ്റും കുറവാണ്, ഹൈറ്റും വെയിറ്റും കുറച്ച് കുറവാണ്, വീതിയൊക്കെ കുറവാണ്. പക്ഷേ ഈ ഒരു മോഡലാണ് ഇൻ്റർനാഷണലി കുറച്ചും കൂടി ആൾക്കാർക്ക് ഓടിക്കാൻ പ്രിയം. ഞാൻ 2017 കണ്ട ഈ ഒരു മോഡലുണ്ട്, സെയിം മോഡലായിരുന്നു കണ്ടത്. അന്ന് മുതൽ ഇതേ മോഡലിൽ 14th ആനിവേഴ്സറി തന്നെ സ്വന്തമാക്കണം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു തപ്പിപ്പിടിച്ചു. പിന്നെ എന്താ പറയുക, അവിടുന്ന് ഇവിടുന്നൊക്കെ കടമൊക്കെ വാങ്ങി ഞങ്ങളുടെ വണ്ടി ഇറക്കിയത്. ആഗ്രഹങ്ങളൊക്കെ നമ്മൾ തീർത്ത് വിട്ടേക്കണം, അത് നാളത്തേക്ക് വെക്കാൻ പാടില്ല, ചിലപ്പോൾ ഇന്ന് രാത്രി മരിച്ചു പോയാലോ അല്ല. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല, ഇതിൻ്റെ ഉള്ളിലുള്ളത് വലിയ എഞ്ചിനാണ്. അതിൻ്റെ സ്പെസിഫിക്കേഷനും ഞാൻ പറയുന്നില്ല, ഭയങ്കര വലുപ്പമാണ്. 1800 cc എഞ്ചിൻ കേട്ടോ. ഇത് മൊത്തം അവർ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളിച്ചിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ഓക്കെ സാധാരണ വണ്ടി എടുത്ത് പോകുന്ന പോലെ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഏകദേശം 400 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ വണ്ടി എടുത്ത് പോകുന്ന പോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ സൈഡ് കാണുന്ന റേഡിയേറ്ററാണ്, ഇത് കണ്ടോ, ഇത് റേഡിയേറ്ററാണ് ഇവർ വരുന്നത്. പിന്നെ വേറെന്താ പറയുക, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ലോങ് റൈഡൊക്കെ പോകുമ്പോൾ വളരെ കംഫർട്ടാണ്. കാരണം ഈ പറഞ്ഞ നമ്മുടെ റൈഡിങ് പൊസിഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ കാലമൊക്കെ കയറ്റിയിട്ട് അഫ്കോഴ്സ് വെയിറ്റ് താങ്ങാൻ കുറച്ച് കഷ്ടപ്പാടാണ്. പക്ഷേ വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് താങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കീയൊക്കെ ഓപ്പൺ ആക്കി ഈ പാട്ടൊക്കെ കേട്ട് സുഖമായിട്ട് പോകും. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് അറിയാം, ഇതിൻ്റെ പില്ലിയൻ സീറ്റാണ്. പുറകിലിരിക്കുന്ന ആൾക്കാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സുഖിച്ചിട്ടിരിക്കാൻ പോകുന്നത്. അഫ്കോഴ്സ് ആ വ്യക്തി എൻ്റെ ഭാര്യയാണ്, വേറെ ആരുമല്ല. ഇവിടെ പിന്നെ ഈ 2 സൈഡ് സ്പീക്കേഴ്സ് ഉണ്ട്. ഇതിൻ്റെ പാട്ട് വരുന്ന സ്പീക്കേഴ്സാണ് ഈ സാധനം. അപ്പോൾ ഇവിടെയാണ് സീറ്റിംഗ് വരുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ മഴയൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പിന്നെ ഇവിടെ ചെറിയൊരു ചൂടൊക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടി ഹീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ കണ്ടോ, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഈ കാണുന്ന ഈ ഒരു മുതൽ എന്താണെന്ന് വെച്ചാൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഡ്രൈവ് ചെയ്യുമ്പം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹെൽമെറ്റ് കണക്ട് ചെയ്യും. ഫ്രണ്ട് സൈഡിലും ഇവിടെ കണ്ടോ ഇതേ സാധനം തന്നെ. ഇത് ഞാൻ ഹെൽമെറ്റ് കണക്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇത് കണക്ട് ചെയ്താൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവഴി സംസാരിക്കാൻ പറ്റും. ഇനി ഞങ്ങളുടെ കൂടെ വേറെ ഗ്രൂപ്പ് റൈഡേഴ്സായിട്ട് സെയിം മോഡൽ ഗോൾഡ് വിങ്ങിൻ്റെ റൈഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത് എവിടെയൊക്കെയാണ് സ്പീക്കേഴ്സ് ഉള്ളതെന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ 1ാമത്തെ സ്പീക്കർ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡ് വേറൊരു സ്പീക്കർ ഉണ്ട്, വലിയ സ്പീക്കേഴ്സാണ്. 4 സ്പീക്കറും കൂടി നല്ല വോയിസ് വരും. പിന്നെ ഇത് ഇവിടെ കണ്ടു ഈ ഒരു ബോക്സ്, ഇത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെയുള്ളത്. നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൽ ബ്ലൂടൂത്തിൻ്റെ കണക്ട് ചെയ്തിട്ടുണ്ട്, കാരണം നമുക്കിത് ബ്ലൂടൂത്ത് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ. ഇത് ശരിക്കും ഈ വണ്ടി തന്നെ നമുക്ക് 2 മോഡലിൽ വരുന്നുണ്ട്. ഇതിപ്പം കണ്ടോ, ഇവിടെ ഒരു എയർ ബാഗിൻ്റെ ഒരു സംഭവം ഇത്, പക്ഷേ ഈ വണ്ടിക്ക് എയർ ബാഗ് ഇല്ല. അതുകൊണ്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആണ്. നമുക്ക് ഇതിൽ എന്തെങ്കിലും നമുക്ക് പൈസയോ കാര്യങ്ങളോ കാർഡുകളൊക്കെ ഇവിടെ ഇടാം, കാരണം ഇത് താക്കോല്ലാതെ ഈ ഒരു പോർഷൻ തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഈ എയർ ബാഗ് ഉള്ള വണ്ടിയാണെങ്കിൽ ഇതിൽ എയർ ബാഗ് ആയിരിക്കും ഉണ്ടാവും കേട്ടോ, വേറെ ഇങ്ങനെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവില്ല. പിന്നെ ഈ ഭാഗത്തായിട്ട് ഇവിടെ കണ്ടു നിങ്ങൾ ഇതിൻ്റെ ബാറ്ററീൻ്റെ ആ ഒരു പവർ കാണിക്കുന്നത്. ഞാൻ ശരിക്കും ഇവിടെ വണ്ടി ഏകദേശം 20 ദിവസം കയറ്റിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബാറ്ററി ഒക്കെ ചത്തിരുന്നു. രണ്ടാമതും ബൂസ്റ്റ് ചെയ്തിട്ട് ചാർജ് ചെയ്യിപ്പിച്ചേട്ടോ.
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പം മൊത്തം ഹൈറ്റ് കൂട്ടിയിട്ടുള്ളത്. ഈ ബട്ടൺസ് പ്രസ് ചെയ്യുമ്പോൾ സീറ്റ് മുകളിലേക്കും താഴേക്കും പോകും. സീറ്റല്ല, വണ്ടി മുഴുവൻ സസ്പെൻഷൻ പൊങ്ങും. ഇപ്പം മാക്സിമം ഹൈറ്റ് പൊക്കിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ ഇതിന് ക്രൂസ് കൺട്രോൾ ഉണ്ട്. ക്രൂസ് കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മൾ ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ പിന്നെ നമുക്ക് ഒരേ ലെവലിൽ റോഡ് കിട്ടും. നമ്മൾ ആക്സിലേറ്റർ ഒരു സ്പീഡ് അവിടെ വെച്ചിട്ട് നമ്മൾ ഈ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആക്സിലേറ്റർ ലോക്കായി അതിലങ്ങനെ പൊക്കോളും. അപ്പോൾ ഇത് ഒരു ചായയുടെ ഒക്കെ കപ്പ് ഹോൾഡറാണ്. ഇവിടെ നമുക്കിങ്ങനെ ജ്യൂസൊക്കെ എടുത്ത് ഇങ്ങനെ കുടിച്ച് പിന്നെ സുഖമായിട്ട് നമുക്ക് റിലാക്സ് ചെയ്ത് വണ്ടി ഓടിക്കാൻ പറ്റും. വെയിറ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞു 400 കിലോ വെയിറ്റ് ഉണ്ടെങ്കിലും നമുക്കൊരിക്കലും റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 400 കിലോ ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. പിന്നെ ഫ്രണ്ട് വിൻഷീൽഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ നിങ്ങൾ ചെറിയൊരു ലിവർ, ഈ ലിവർ പൊക്കുക. ഇത് മേലോട്ട് പൊക്കിയിട്ട് 2 സൈഡിന് പൊക്കിയിട്ട് നമുക്ക് മാനുവലി നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പൊക്കിയിട്ട് നമുക്ക് താത്തി കൊടുക്കാം. ഇത് എൻ്റെ അടുത്തൊരു പെയർ വിൻഷീൽഡ് ഉണ്ട്. പെയർ എന്ന് വെച്ചാൽ ഒന്നും കൂടെ എക്സ്ട്രാ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ബ്ലാക്ക് കൂളിംഗ് കൊടുത്ത വിൻഷീൽഡാണ്. ഇതല്ലാതെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഹൈറ്റായിട്ട് ഈ ഹൈറ്റ് വരുന്നുണ്ട്, വലിയ ഹൈറ്റിൽ വരുന്നുണ്ട്. ഇപ്പോൾ മഴക്കാലമൊക്കെ നല്ല ഹെവി മഴയൊക്കെയാണ്, അത് പൊക്കി കൊടുത്താൽ മതി. ഇത് ഊരിയിട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാറ്റൊരിക്കലും നമ്മുടെ മുഖത്തേക്ക് അടിക്കില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നമ്മൾ നേടുക എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ UAE ഹത്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിൽക്കുമ്പോൾ അവിടെ ഒമാനിൽ നിന്നുള്ള ബൈക്കേഴ്സ് ഉണ്ട്. അതാണ് ബോർഡർ. അതുവഴി ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അവരുടെ ഷോപ്പിലൊക്കെ കയറി സാധനങ്ങളൊക്കെ വാങ്ങുമായിരുന്നു. അപ്പോൾ അന്ന് ഞാനിങ്ങനെ കയറിയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനെന്നാൽ ചങ്ങയോട് പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഞാൻ ഏതെങ്കിലും ആദ്യം ഒരു വണ്ടി എടുക്കുന്നു. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇൻസ്റ്റയിൽ ഞാൻ മൂപ്പർക്ക് മെസ്സേജ് അയച്ചു. വണ്ടിയുടെ ഫോട്ടോ അയച്ചിട്ട് ഞാൻ പറഞ്ഞു 3 വർഷത്തിന് ശേഷം ഞാൻ വണ്ടിയുടെ ഫോട്ടോ അയച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി വാങ്ങി. ഒരു ഭയങ്കര സന്തോഷം അവർക്കൊക്കെ. കാരണം ഞാൻ അന്ന് പറഞ്ഞത് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ പിന്നെ നമ്മൾ വിടാൻ പാടില്ല. അതിങ്ങനെ കിട്ടുന്നവരെ നമ്മൾ അട്ട പിടിച്ചുള്ള അതിന് തന്നെ പിടിച്ചുകൊണ്ടിരിക്കണം. ഇതിന് ഓൾമോസ്റ്റ് ഓൺ ദ റോഡ് റേറ്റ് വരുന്നത് 35 ലക്ഷം രൂപയാണ് ഓൺ ദ റോഡ് ഈ ബൈക്കിന് റേറ്റ് വരുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, പലരും ഇതുപോലുള്ള വണ്ടികൾ കേരളത്തിൽ ഈ ഗൾഫിൽ നിന്ന് ഇറക്കിയിട്ടും മറ്റ് കൺട്രീസിൽ നിന്ന് ഇറക്കിയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോഴൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് പണമുള്ളവന് മാത്രമേ വാങ്ങാൻ പറ്റൂ എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. പണമില്ലാത്തവന് സ്പ്ലെൻഡറും പണമുള്ളവന് ഗോൾഡ്വിങ്ങും അല്ലെങ്കിൽ പണമുള്ളവന് വലിയ ബൈക്കുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അതല്ല കേട്ടോ, നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് നേടാൻ പറ്റും. ഞാൻ 3 വർഷം ചിലവാക്കി ഈ ഒരു വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട്. 3 വർഷം ചിലവാക്കിയിട്ട് ആ ഒരു കഷ്ടപ്പെട്ട ഒരു പൊസിഷനിലെത്തി അവിടുന്ന് സമ്പാദിച്ച പൈസ കൊണ്ടാണ് ഞാൻ ഈ ഒരു വണ്ടി വാങ്ങുന്നത്. പക്ഷെ ഞാനിത് വാങ്ങിയ സെക്കൻഡ് ഹാൻഡ് ആണ്, യൂസ്ഡാണ്, പുതിയതല്ല. കാരണം ഷോറൂമിലെ പുതിയ മോഡൽ കുറച്ചും കൂടി ചെറുതാണ്, എനിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. നമ്മൾ ആഗ്രഹിച്ച മോഡൽ തന്നെ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് 2015 14th ആനിവേഴ്സറി റെഡ് ആൻഡ് ബ്ലാക്ക് വേർഷൻ തന്നെ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയത്. പിന്നെ ഞാൻ ദുബായിലുള്ള സമയത്ത് ദുബായിൽ നിന്ന് ഞാനൊരു വീഡിയോ പറഞ്ഞു, നമുക്ക് കുറച്ച് ഫിനാൻഷ്യലി നമുക്ക് കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ ദുബായിൽ നിന്ന് കിട്ടി, പ്രതീക്ഷിക്കാതെ തന്നെ. പിന്നെ എൻ്റെ ബ്രദർ ഉണ്ട്, അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നൊക്കെ കുറച്ച് ക്യാഷ് ഞാൻ അവൻ്റെ കല്യാണത്തിനൊക്കെ വെച്ച് കുറച്ച് ക്യാഷിന് അതൊക്കെ ഞാൻ കടം വാങ്ങി. പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് പൈസ ഒക്കെ ആക്കിയിട്ട് ഞങ്ങളത് വാങ്ങി കേട്ടോ. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിങ്ങളൊക്കെ കാരണമാണ് നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കാരണം കേട്ടോ, അതിലൊരു യാതൊരു തർക്കവുമില്ല. അപ്പം നാളെ മുതൽ ഞാൻ ഈ വണ്ടി റൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം റൈഡ് ചെയ്തത് ക്വാറന്റൈൻ ഇന്ന് ഫിനിഷായി, ടെസ്റ്റ് ചെയ്തു, നെഗറ്റീവാണ്. ഇനിയിപ്പം ഇപ്പം നാളെ മുതൽ മാത്രമേ പുറത്ത് വരൂ. നാളെ മുതലുള്ള വീഡിയോസിൽ ഇതിനെ കുറച്ച് റൈഡിങ് വ്ളോഗ്സ് ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്യട്ടോ. വേറെ എന്താ പറയുക, നന്ദി കേട്ടോ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. പിന്നെ സന്തോഷമുണ്ട്. അതുപോലെ ബെനലി GT ഞാൻ കൊടുത്തു, അത് സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ ഇത് വണ്ടി വന്നു, ഇനി അതില്ല. ഇനിയിപ്പോൾ ആമിനി ഇപ്പം അടുത്ത ആഴ്ച ആമിനി നാട്ടിലെത്തും. ആകെ കൂടി മൊത്തം സന്തോഷം കേട്ടോ. വാ എമിൽ ബ്രോ, വാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വാ. അപ്പോൾ എമിൽ ബ്രോ നന്ദി, ഒരുപാട് നന്ദി. ഇത് നമ്മുടെ ദുബായ് സ്റ്റൈൽ കേട്ടോ. നമ്മളവിടെ കയ്യിന് പകരം നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ കൊറോണ ഇപ്പോൾ ഇപ്പോൾ ഇതിലെ കൂടെ ചത്തു പോയിക്കണം, പാവം കൊറോണ. അപ്പം പിന്നെ ഭയങ്കര കളർഫുൾ എപ്പിസോഡാണ്. പുതിയ വണ്ടി, എമില്, നിങ്ങള്, പിന്നെ എന്താ പറയാ, ഒന്നും പറയാണ്ടോ? എന്നെയും എന്റെ വണ്ടിയും കണ്ടപ്പോൾ എന്നെ പിന്നെ എന്തെങ്കിലും കുറച്ച് ഞാനൊരു ചെറിയ വണ്ടി എടുത്തിട്ട് നാട്ടിൽ വന്നപ്പോ ചെറിയ വണ്ടി പുറകിലുണ്ട്. ഇത് ടാറ്റയുടെ വണ്ടി 4 റേഷ്യയുടെ വണ്ടി പുറകിലുണ്ട്. എന്നിട്ടാ പറഞ്ഞത് ചെറിയ വണ്ടി. അത് കാറ്, ഇത് ബൈക്കാണ്. ഈ ബൈക്ക് ഇതിനൊരു കാറായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഇതിന് വല്ല റോൾസ് റോയ്സ് ഒക്കെ ആയിട്ട് വേണം അല്ലേ, അത് വേറെ ക്ലാസ് ആണ്. ഒരുപാട് സന്തോഷം. ഈ വണ്ടിയും കൊണ്ട് ഒരുപാട് അടിപൊളി യാത്രകൾ പോകാൻ പറ്റും. കഴിഞ്ഞാലും പിന്നെ നിങ്ങൾ ഇനിയിപ്പോ എവിടെ വേണേലും സ്പോട്ട് ചെയ്യാം ഈ വണ്ടിയും കൊണ്ട്. വേറെ ഒരു കാര്യം എന്താ, ശരിക്കും ഇതുപോലുള്ള വണ്ടികളെ പ്രായമായവരും കുട്ടികളും എല്ലാവരും നോക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സംഭവം ഇത്. നീ അമ്മേ ഒരു ബൈക്ക് അങ്ങനെ പറയും. അപ്പം അവിടെ മല്ലു ട്രാവലർ എന്നെ ആരും നോക്കില്ല, എല്ലാവരും ബൈക്ക് മാത്രമേ നോക്കൂ. അപ്പോൾ ഒരുപാട് നന്ദി കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ. എമിൽ ബ്രോ ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി നമ്മുടെ വീഡിയോയിൽ വന്നതിന്. തുടർന്ന് നമ്മുടെ വീഡിയോയിൽ വരാൻ ദൈവം സഹായിക്കട്ടെ. ഓക്കെ. അപ്പോൾ എന്താ പറയുക, നാളെ മുതൽ നമ്മൾ നല്ല നല്ല റൈഡിങ് വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ഗോൾഡ്വിങ്ങിൻ്റെ കൂടെ. ഒരുപാട് നന്ദി കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നതിന്. പിന്നെ അറിയാലോ, അവർ ഷോപ്പിൻ്റെ ഗിഫ്റ്റ് അടിക്കാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യണം, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ. ഒരു കാര്യം ചുരുക്കി ഞാൻ പറയാം, ഇപ്പം BMW ആയിക്കോട്ടെ, ഓഡി ആയിക്കോട്ടെ, ഗോൾഡ്വിങ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ കോടിക്കണക്കിന് റുപ്യ ലംബോർഗിനി ആയിക്കോട്ടെ, പണക്കാർക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, നമ്മളെപ്പോലത്തെ സാധാരണക്കാരെ ആൾക്കാർക്ക് വാങ്ങാൻ പറ്റും. കഷ്ടപ്പെടണം, ഹാർഡ് വർക്ക് ചെയ്യണം.
ഇത്രയും വേണ്ടു. അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.